ഞാൻ സിഗരറ്റ് എടുത്തേ. എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഒന്നും അവിടെ ശരിയാവണില്ല. വേറെ പാക്കറ്റ് മേടിക്കാന്ന് നീ ബേജാറാവല്ലേ. അതല്ല, മൊത്തത്തിൽ എൻ്റെ സമയം ശരിയല്ല. ക്രിസ്മസ് ആയിട്ടൊരു സന്തോഷമൊന്നുമില്ല. അത് വേറെ ഒന്നുമല്ലടാ, ഇതാ ടച്ച് പോയതിൻ്റെ പ്രശ്നമാണ്. ആര് ടച്ച് പോയി? ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പിരിഞ്ഞതാ. അവൾക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞത് നീ അക്സെപ്റ്റ് ചെയ്തു. ഇതാണോ നീ പറയുന്ന മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്? എൻ്റെ അടിയോ നീ ആളെ ഡെസ്പാക്കൂ. എടാ ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ നമ്മളെ കാണാച്ചിട്ട് പോയതാ. അപ്പം അവള് പറയാ ഒരു കോഫി. ഓക്കെ സാറിന് ചായ ഉണ്ടോ? സാർ ചായ അല്ല, കോഫി മാത്രമേ ഉള്ളൂ. മിഷീനാണോ? അതെ. ഇന്ന് കോഫി എടുക്കാം. ഓക്കെ സാർ. എടാ, യു ഡിസേർവ് ബെറ്റർ. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ കോഫിയും കുടിക്കും. അതല്ല, നമുക്ക് പിരിയാം. എടാ, നിനക്ക് എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും. മോളെ നിനക്ക് ഞാൻ ഇല്ലാതെ പറ്റുമോ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മോളെ സാർ കോഫി. മോളെ ഞാൻ നോക്കണ പോലെ നിന്നെ വേറെ വല്ലവരും നോക്കൂ. എടാ, ഈ കോഫിയുടെ പൈസ കൊടുക്കാൻ നിൻ്റെ ഉണ്ടാവോ? അതാ പറഞ്ഞത്, നമുക്ക് പിരിയാന്ന്. ആ, അവള് പറഞ്ഞാലും വലിയൊരു ശരിയുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ പുറകെ പോയില്ല. അവൾക്ക് നല്ലൊരാളെ കിട്ടുമോ? തീർച്ചയായിട്ടും കുറച്ചാൾ അവളെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്നാലും മനസ്സിൽ എവിടെയോ ഒരു ഈ വർഷം ശരിയായില്ല. ജോലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം സെറ്റാവും. എവിടെ നിന്ന്? എന്തൊക്കെ വന്നാലും നീ എൻ്റെ കൂടെ ഉണ്ടാകുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ സി വൈശാഖ്, ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ലൈഫ് ലോങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എഗ്രിമെൻ്റ് ഒന്നുമില്ല. അത് നമുക്ക് ഒരാളെ സെറ്റ് ആവാൻ നോക്കുമല്ലേ. 4 മാസമായി സെറ്റ് ആവുന്നില്ല. ഇങ്ങനൊരു ദിവസം ഇട്ടിട്ട് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ നീ ഇത്ര നാളും? നിനക്ക് ഇപ്പം എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷെ ഞാൻ നാളെ ഇത് വീണ്ടും ചോദിക്കും. ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഒഴിഞ്ഞു മാറുന്നല്ലാതെ നമ്മുടെ പ്രോബ്ലത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നീ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് മനസ്സിലാവും. നോക്കിക്കോ, ഇപ്പം ഈ ചെയ്യുന്നതൊക്കെ തെറ്റാന്നേ നിനക്കൊരു ദിവസം മനസ്സിലാവും. അന്ന് ഞാൻ നിന്നെ വിളിക്കാം. ഈ പ്രേമിക്കണതൊരു തെറ്റാണ്. പ്രേമിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. സ്വന്തം കമ്പനിയിലെ മാനേജറിനെ കയറി പ്രേമിക്കുന്നത് ഒരു തെറ്റാണ്. അത് ഞാൻ എൻ്റെ ജോബൊന്ന് സെക്യൂർ ആക്കാൻ നോക്കിയതല്ലേ. എന്നിട്ട് സെക്യൂർ ആയ? ഇല്ല. വൈശ, നാളെ മുതൽ ജോലിക്ക് വരണ്ട. തന്നെ കണ്ടെങ്കിൽ ചിലപ്പോൾ സങ്കടം വരും. തനിക്ക് ഇതിനേക്കാൾ നല്ല ജോലി വേറെ കിട്ടും. സ്നേഹം കിട്ടാതായപ്പോഴല്ല, സാലറി കിട്ടാതായപ്പോഴാണ് ഞാനങ്ങ് തകർന്നു പോയി. ഞാൻ പക്ഷേ കുഴപ്പമില്ലടാ, നമുക്ക് ഉടനെ വേറെ പണി കിട്ടും. ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് പണി കിട്ടാനാ? അല്ലയാ, നീ വിഷമിക്കല്ലേ. എടാ, ഈ വർഷം ഏകദേശമൊക്കെ തീർന്നു. ഇനി നിന്റെ ടൈമാടാ. നോക്കിക്കോ, ഞാൻ പറഞ്ഞ അച്ചട്ട. വിളിക്കുന്നു സാന്ദ്ര. ഇപ്പൊ പറഞ്ഞില്ലേ അത് നമ്മൾ പറഞ്ഞു, അവളങ്ങനെ പറഞ്ഞു. ഇവളെന്തിനാ എന്നെ വിളിക്കുന്നത്? ക്രിസ്മസ് അല്ലേ, വിഷയം വിളിക്കുന്നതായിരിക്കും. പിന്നെ വെള്ളം വിഷിട്ടില്ല, എനിക്ക് ഉറക്കം പറ്റില്ലല്ലോ. നീ ഉറങ്ങണ്ട. അല്ല, ഞാൻ എടുത്തിട്ട് സുഖമാണെന്ന് ചോദിക്കാല്ലേ?
എന്താ മുത്തേ? നീ പറഞ്ഞതാ ശരി. ഞാൻ നിന്നോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. അതെനിക്ക് ഇന്നാ മനസ്സിലായത്. അതെങ്ങനെ മനസ്സിലായേ? അതൊരു വലിയ കഥയാ. നേരിട്ട് തന്നെ പറയണം. എനിക്കിപ്പോ നിന്നെ കാണണം. ഇപ്പഴാ? ആ, എനിക്ക് നിന്റെ മുഖത്ത് നോക്കി മാപ്പ് പറയണം. നിനക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടല്ലേ വൈശു? ഞാനൊരു 2 മിനിറ്റ് ഉള്ളിൽ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? മതി, ഞാൻ കാത്തിരിക്കും. ശരി, ഞാൻ വിളിക്കാം. എന്ത് പറഞ്ഞു? എനിക്കിപ്പോഴും അവളോട് പഴയ സ്നേഹമുണ്ടോ? എന്താ അല്ല, അപ്പം നിനക്ക് ഇപ്പോഴും അവളുടെ സ്നേഹം ഉണ്ടോ? അവളുടെ കയ്യിൽ ഇപ്പോഴും നല്ല പൈസ ഉണ്ടോ? അപ്പം പിന്നെ സ്നേഹമൊക്കെ ഉണ്ടായിക്കോളും. നീ വയസ്സ് പറ. നീ ഒന്ന് പോയാടാ. ഞാനതൊക്കെ എന്നേ വിട്ടത്. എൻ്റെ മനസ്സിലിപ്പോൾ എൻ്റെ മിലു മാത്രമേ ഉള്ളൂ. എന്നിട്ട് മിലുവിൻ്റെ മനസ്സ് നീ ഇപ്പോഴും ഉണ്ടോ? എടാ മണ്ട, അവളുടെ അടുത്ത് പോയി എസ് പറ. അവളേലാകുമ്പോൾ കയ്യിൽ പൈസയുണ്ട്, നിനക്ക് നിൻ്റെ ജോലിയും കിട്ടും. നമുക്ക് ഒരു കലക്കാടാ. അതൊന്നും ശരിയാവില്ല. എടാ, ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. സിംഗിളായിട്ടിരിക്കുന്നവരുടെ അടുത്തൊക്കെ അവരവരുടെ എക്സ് തിരിച്ചു വരുന്ന സമയമാണ്. ഈ ഓഫർ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നീ ഞാൻ പറയുന്ന കേക്ക് അവളുടെ അടുത്ത് പോയി എസ് പറ. അപ്പം എൻ്റെ മിലൻ? എടാ, അവൾ പോയതില്ലേ, അവൾ പോട്ടറാ. നീ പോയി എസ് പറഞ്ഞേ. ഓ, പറയാലേ? ഹലോ വൈശു, എനിക്കറിയായിരുന്നു നീ എന്നെ തിരിച്ചു വിളിക്കുന്നു. നീ ഇപ്പം എവിടെയാ? ഞാനിപ്പോ എന്റെ ഫ്ലാറ്റിൽ. നീ എന്നാലേ ഇങ്ങോട്ട് വാ. ഞാൻ ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഓക്കേ, ഞാനിപ്പോ വരാം. ശരി. പിന്നെ നീ കഴിച്ചിട്ടുണ്ടോ? നോ വേ. ഓക്കെ. വൈശു, 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 ഐ ആം സോ സോറി. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഐ ആം സോ സോറി. അതെ, ഇതെന്താ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ ഒരു മനം മാറ്റം? നീ പോയ വിഷമത്തിൽ ഞാൻ നിന്നെ പോലുള്ള ഒരാൾ പ്രേമിച്ചതാ. പക്ഷെ അവൻ നിന്നെ പോലുള്ള ശരീരം മാത്രമേ ഉള്ളൂ, മനസ്സ് ശരിക്കും? ശരിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ചെയ്യുമോ? പ്രോമിസ്. ഞാനിട്ടിട്ട് പോവാൻ പറഞ്ഞാലും എന്നിട്ടിട്ട് പോവില്ല. പ്രോമിസ്? ആരാ? ഫ്രണ്ടാ. ഹലോ. ഹലോ. എടാ സോറി ഇടാ, ഞാൻ അപ്പോൾ ദേഷ്യത്തിന് എന്തോ പറഞ്ഞതല്ലേ. എൻ്റെ വാവനോട് ക്ഷമിക്കും. ഞാൻ പുറത്ത് നിൽപ്പുണ്ട്, അന്ന് വാതിൽ ഉറക്കോ? തുറക്കാം. ഹാപ്പി ക്രിസ്മസ്.